ചേട്ടാ, ഈ ദുരിതാശ്വാസ നിധിയിലെ ഒരു വിഷയത്തെ കുറിച്ചിട്ട് അഖിൽമാരാറിന് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായ രീതിയിൽ ചർച്ചയായിരുന്നു. അപ്പൊ അത്തരം ഒരു പ്രസ്താവനയൊക്കെ നിലനിന്ന് പോകുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളതാണ് കേരളത്തിൽ? ആക്ച്വലി എനിക്കതിനെപ്പറ്റി വലുതായിട്ട് പറയാൻ അറിയില്ല. കാരണം അഖിൽമാരാറിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചേക്കാം. ഞാൻ എന്തായാലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അന്വേഷണം പറയാം. ഓക്കെ. ചേട്ടൻ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഈ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ എനിക്ക് ഇതേപോലെ എനിക്ക് വയനാട്ടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ നമ്മൾ പലരും അത് റിന്യൂ ചെയ്തിട്ടുണ്ട്. ചെയ്യട്ടെ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ അത് എങ്ങനെ ചെയ്യാന് അല്ല, കാരണം അത് നമ്മൾ അങ്ങനെ തീരുമാനിച്ചൊരു കാര്യമാണ്. വെറുതെ ചെയ്യുന്ന കാര്യം പുറത്ത് പറയേണ്ടെന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്ര ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് അഖിൽമാരാറിന്റെ പ്രസ്താവനയോട് എന്താ പറയാനുള്ള റോബിൻ? ഇതുപോലെ അങ്ങനെ ഒരു ബിഗ് ബോസ് വിന്നറായ ഒരാളല്ലേ, അപ്പൊ അയാൾക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരുപാട് ന്യായങ്ങൾ കാണും. അതുകൊണ്ടായിരിക്കും ഞാൻ പറയാം. ഓക്കെ, റോബിൻ എന്താണ് അതിനകത്തുള്ള അഭിപ്രായം? എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യണം, അത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം, ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടോ എന്ന് അറിയണം. അത്രേ ഉള്ളൂ. കേട്ടാ? ഓക്കെ ഓക്കെ, പോയിട്ട് ഒരു 1.5 വർഷത്തിന് ശേഷം വന്നിട്ട്, പക്ഷേ ഒരിക്കലും എക്സ്പെക്ട് അതെ, 1.5 വർഷം ഡെഫിനറ്റ് അടിപൊളി. നിങ്ങളൊക്കെ ഇത്രയും എന്താ പറയുക, ദൂരെ നിന്നല്ലേ വരുന്നത്? ബ്രോ എവിടെ നിന്ന് വരുന്നത്? ഇത്രയും ദൂരെ നിന്ന് വന്നില്ലേ? സത്യം പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഇപ്പോഴും കുറച്ച് പേരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തോ റോബിന്റെ